വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ് ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. മോഡൽ PSIൻ്റെ ഫസ്റ്റ് ബുക്കിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സേഫ്റ്റി മാനേജ്മെൻറ്റിൽ ഒരു മോഡലായിട്ടുള്ളത് നിങ്ങൾക്ക് തരികയാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അത് നോക്കിക്കോളൂ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് സൂട്ടബിൾ വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യത്തിൽ എന്ത് ചെയ്യുന്നു, ആൻസർ അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ആ കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്ത് എഴുതണം എന്നേ ഉള്ളൂ. ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കാം, അല്ലെങ്കിലോ ചിലപ്പോൾ അത് ആൻസർ ആയിട്ട് ചോദിക്കാം, ഏത് രീതിയിലും. അപ്പം രണ്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ദ ലാംഗ്വേജ് മസ്റ്റ് ബി ഡാഷ് ഇൻ ആൻ ആക്സിഡൻറ്റ് റിപ്പോർട്ട്. ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ഉപയോഗിക്കുമ്പോൾ അതിലെ ലാംഗ്വേജ് എന്തായിരിക്കണം എന്നാണ് ചോദിച്ചത്. സിമ്പിൾ ആയിരിക്കണം, ആംബിഗ്യൂസ് ആയിരിക്കണം, കൺഫ്യൂസിങ് ആയിരിക്കണം, പാരാ ലാംഗ്വേജ് ആവാമെന്നത്. ഏതാണ്? വളരെ സിമ്പിൾ ആയിരിക്കണം. കാരണം ആർക്ക് വായിച്ചാലും കൃത്യമായി മനസ്സിലാവുന്ന രീതിയിൽ ആയിരിക്കണം. അപ്പം സിമ്പിൾ എന്നുള്ളതാണ്. രണ്ടാമത്, ഡാഷ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേഷൻ ഓഫ് സേഫ് വർക്കിംഗ് പ്ലേസ്, അല്ലെങ്കിൽ സേഫ് വർക്കിംഗ് കണ്ടീഷൻ, സിറ്റുവേഷൻ എന്നൊക്കെ പറയാം. ആരാണ് റെസ്പോൺസിബിൾ? ഇവിടെ എഴുതിയിരിക്കുന്നത് മാനേജ്മെന്റ്, ഗവൺമെന്റ്, സേഫ്റ്റി ഓഫീസർ. ഇവിടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് റെസ്പോൺസിബിൾ ആരാണ്? ഇത് ഒക്യുപ്പയർ അല്ലെങ്കിൽ ഉടമസ്ഥൻ. അപ്പോൾ മാനേജ്മെന്റ് ആണ് അവിടെ, അല്ലെങ്കിൽ ഒക്യുപ്പയർ എന്നുണ്ടെങ്കിൽ അതായിരിക്കും ശരി. അപ്പോൾ നോക്കിയിട്ട് അത് എഴുതാം. HSC അവയർനെസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് നോട്ടീസ് ഇൻഡിക്കേറ്റ് ഡാഷ്. ജനറൽ ഇൻഡസ്ട്രിയിൽ നോക്കി എന്താണ് സേഫ്റ്റി അവയർനെസ്സും കാര്യങ്ങളും, നല്ല തൊഴിലാളികളുടെ നല്ല ഹൗസ് കീപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതിൻ്റെ അർത്ഥം എന്താണ്? ദേ ആർ മെയിൻറ്റെയിനിങ് പോസിറ്റീവ് കൾച്ചറാണ്, നെഗറ്റീവ് കൾച്ചറാണ്, അല്ലെ ഗുഡ് സേഫ്റ്റി ഓഫീസറാണ്, നല്ല സേഫ്റ്റി ഓഫീസർ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഗുഡ്. അതല്ല, അവിടെ എന്താണ്? ഒരു പോസിറ്റീവ് സേഫ്റ്റി കൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ദ കൺസേൺ ഓഫ് ഇൻഡസ്ട്രി ടുവേർഡ്സ് സൊസൈറ്റി ഈസ് സർവീസ്, പ്രൊഡക്ഷൻ, ബോത്ത് ആൻഡ് പ്രോഫിറ്റ്. ഓക്കെ. അപ്പോൾ മെയിൻ ആയിട്ട് എന്താണ് അതിനെന്താണ്? സൊസൈറ്റിക്ക് പ്രൊഡക്ഷനാണ് പ്രധാനമായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വേണം. ഓക്കെ. ഡിസൈർഡ് ഔട്ട്പുട്ട് ഫ്രം എ സെറ്റ് ഓഫ് റിസോഴ്സ് ഈസ് നോൺ ആസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയിൽ പറഞ്ഞ എലിമെന്റ്സുടെ 4M ഉണ്ട്. അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റിയാണ്, അല്ലാണ്ട് ആക്ടിവിറ്റിയോ സർവീസബിലിറ്റിയോ ലയബിലിറ്റിയോ അല്ല. ഓക്കെ. അതിൻ്റെ ഉത്തരവ് അതാണ്. എൻവയോൺമെന്റ് ഓഫ് ആൻ ഇൻഡസ്ട്രി മസ്റ്റ് ബി. അപ്പം ഒരു തൊഴിൽശാലയുടെ എൻവയോൺമെന്റ്, പരിസ്ഥിതി എങ്ങനെയായിരിക്കണം? പൊല്യൂഷൻ ഫ്രീ ആയിരിക്കണം, നോയ്സ് ഫ്രീ ആയിരിക്കണം, ഗുഡ് ലൈറ്റിംഗ് അല്ലെങ്കിൽ പ്രോപ്പർ ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം. ഇതൊന്നും അല്ലെങ്കിൽ ഇതൊക്കെ വേണം. ഏതാണ്? ഒരൊറ്റ കണ്ടീഷന് വരുന്ന പൊല്യൂഷൻ ഫ്രീ. പൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദവും ഇതും എല്ലാം അതിൽ വരികയാണ്. ഓക്കെ. നോയ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താണ്? പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെന്റ് എന്നുള്ളതാണ്. ഇങ്ങനെ സെലക്റ്റീവ് ആയിട്ട് ചിന്തിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇഫ് ദ വർക്ക് ഫോഴ്സ് ഈസ് ഹാപ്പി ദെൻ ദ ഔട്ട്പുട്ട് വിൽ ബി. തൊഴിലാളികൾ വളരെ സന്തുഷ്ടമാണ്, കോൺഫിഡൻ്റ് ആണ്, ദേ ആർ വെരി ഹാപ്പി, അവരുടെ മൊറാൽ അപ്പാണ്. എങ്കിൽ എന്തായിരിക്കും അവിടെ റിസൾട്ട്? ഏതാണ്? പ്രൊഡക്ഷൻ. അല്ലെങ്കിൽ ഔട്ട്പുട്ട്, ഫാക്ടറിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ എന്തായിരിക്കും? മോറാണോ, ലെസ് ആണോ, മീഡിയം ആണോ, നെഗ്ലിജിബിൾ? ഇറ്റ് വിൽ ബി മോർ. സാധാരണയെക്കാട്ടും കൂടുകയുള്ളൂ, ഒരിക്കലും കുറയാനുള്ള സാധ്യത വരുന്നില്ല. ദാറ്റ് ഷുഡ് എൻഷുർ ടു സേവ് ദ വർക്കേഴ്സ് ഫ്രം ആക്സിഡൻറ്റ്സ്. അപ്പം തൊഴിൽശാലയിൽ വർക്ക് ചെയ്യുമ്പം ആക്സിഡൻറ്റിൽ തൊഴിലാളികൾ പെടാൻ പറ്റില്ല. ആരാണ് അതിൻ്റെ ഉത്തരവാദിത്തം? ലീഗൽ അതോറിറ്റി, മാനേജ്മെന്റ്, പോലീസ് എന്നാണ്. ഏതാണ്? മാനേജ്മെന്റ് ആണ് അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. ഇന്ത്യൻ ഫാക്ടറി ആക്ട് വാസ് ഫോംഡ് ഇൻ ദ ഇയർ 47, 48, 52, 19 ഉള്ളത് നോക്കിയുള്ളൂ. 1919 എന്താണ്? ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ ഫസ്റ്റ് നെക്സ്റ്റ് ഇയർ ആണ്. 52 നമ്മളെ റിപ്പബ്ലിക്കാണ്. 48 ഏതാണ്? അതാണ് നമ്മൾ എടുത്തത്. 47 നമ്മൾ എന്താണ്? ഇൻഡിപെൻഡൻസ് ഡേ ആണ്, ഇൻഡിപെൻഡൻറ്റ് ഇയർ ആണ് വരുന്നത്. ഓക്കെ. അതിൽ 1948 ആണ് ആസ് അമെൻഡഡ് എന്നുള്ള ബാക്കി നിങ്ങൾ എടുത്തിട്ട്. ILO വാസ് ഫോംഡ് ഇൻ ദ ഇയർ 1948 ഡൽഹി, 1947 ബോംബെ, 1919 ജനീവ. ഓക്കെ. വേറെയും തരാം. അപ്പോൾ ഏതാണത്? ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ ജവീനല്ല UN-ന്റെ പാർട്ടായിട്ടാണ് വരുന്നത്. അതാണ് ഇതിൽ വരുന്നത്. ഓക്കെ. അടുത്തത് നോക്കൂ. ഫസ്റ്റിൻ്റെ കണ്ടിന്യൂഷനാണ്. 11ാമത്. ഇൻഷുറൻസ് പ്രീമിയം വിൽ ഫോൾ അണ്ടർ ഡയറക്ട് കോസ്റ്റ്, ഇൻഡയറക്ട് കോസ്റ്റ്, സൺട്രി എക്സ്പെൻസ്,
പേ ഇതിലാണ് വരുന്നത് നമ്മുടെ ഡയറക്റ്റ് കോസ്റ്റിന്റെ അണ്ടറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ആക്സിഡന്റ് ക്ലാസിഫിക്കേഷനിൽ ഡയറക്റ്റ് കോസ്റ്റിന്റെ ഇതിലാണ് വരുന്നത്. അടുത്തത് ആസ് പെർ ഡാഷ് direct cost of an accident is 4 times of direct cost. Indirect accident cost of accident is 4 times of direct cost. അതാണ് ആരാണ് അത് പറയുന്നത്? ആസ് പെർ ഹെൻറിച്ചിന്റെ തിയറി അനുസരിച്ചാണ് അത് പറയുന്നത്. അത് 4-4 ഉണ്ട്. നിങ്ങൾ കറക്റ്റ് നോക്കി അതിൽ ഇതന്നെ വരണമെന്നില്ല, ചേഞ്ച് വരാം. ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. 4 to 6 ടൈം ഉണ്ട്, 4 to 8 ടൈംസ് പറയുന്നതുണ്ട്. ഓക്കെ, അപ്പം അത് നോക്കിയിട്ട് കറക്റ്റ് ആവും. Then, according to Frankie Bird, cost of accident is like a അപ്പം ഫ്രാങ്കി ബേർഡ് കോസ്റ്റ് ഓഫ് ആക്സിഡന്റിന്റെ ഏതുണ്ട് ഒരു പ്രൂഫിംഗ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് ഏത് ആണ്? ഐസ്ബർഗിനോട് യോജിപ്പിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഐസ്ബർഗ്, റോക്ക്, മൗണ്ടെയിന്, ഡ്രീം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലെന്താണ്? ഐസ്ബർഗ് ആണ്. കാരണം എന്താണ്? വെള്ളത്തിന് മുകളിൽ കിടക്കുന്ന ഭാഗം ഡയറക്റ്റ് കോസ്റ്റും വെള്ളത്തിന് താഴെ ഹൈഡൻ ആയി കിടക്കുന്നത് ഇൻഡയറക്റ്റ് കോസ്റ്റും ആണ്. Okay, then keeping watch over an accident is the duty of. Keeping watch over an accident is the duty of safety officer, supervisor, management stage. Okay, that is the duty of safety officer. Okay, അവിടെ നോക്കിയാൽ സൂപ്പർവൈസർ എന്ന് പറയുന്ന ആക്സിഡന്റ് അയാളുടെ വർക്ക് സ്റ്റേഷനിൽ മാത്രം അയാളെ കൺസേൺഡ് ഉള്ളതാണ്. ഓക്കെ, മാനേജ്മെന്റ് ഓവറോൾ റെസ്പോൺസിബിൾ ഫോർ സേഫ്റ്റി ആണ്. പക്ഷെ ആക്സിഡന്റ് കാര്യങ്ങളും ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സേഫ്റ്റി ഓഫീസറാണ്. ഡാഷ് ഈസ് നോട്ട് എ സേഫ്റ്റി പ്രൊമോഷൻ ആക്ടിവിറ്റി. നാളെ കൊടുത്ത് ഏതാണ്? സേഫ്റ്റി പ്രൊമോഷൻ ആയിട്ട് ബാധകമല്ല. നോട്ട് എന്നാണ് പറഞ്ഞത്. ട്രെയിനിങ് സേഫ്റ്റി പ്രൊമോഷനിൽ വരുന്നതാണ്. സേഫ്റ്റി സ്ലോഗൻ സേഫ്റ്റി പ്രൊമോഷനിൽ വരുന്നതാണ്. റിക്രിയേഷൻ എന്താണ്? അവർക്ക് വേണ്ട വിശ്രമവും കാര്യങ്ങളും കൊടുത്ത് മനസ്സിനെ ഉത്തേജിപ്പിച്ച് വരുന്നതാണ്. 5 പീസ്. ഓക്കെ, അത് വേറെയും വരാം. 5 പീസ് ഏതെങ്കിലും ഒന്നായിരിക്കും. അത് നോക്കുക ഏതാണ്. ആ 5 പീസ് ആണ് ഇതിൽ ഉൾക്കൊള്ളാത്തത്. സേഫ്റ്റി ഓഡിറ്റ് മസ്റ്റ് ബി ഡൺ അറ്റ്ലീസ്റ്റ് ഡാഷ് ഇൻ എ ഇയർ. ഒരു കൊല്ലത്തിൽ മിനിമം ഇത്രയെങ്കിലും ചെയ്തിരിക്കണം. ഒരിക്കലും ചെയ്യാതിരിക്കരുത്. എത്രയാണ്? 1, 2, 3, 5 എത്രയാണ്? മിനിമം അറ്റ്ലീസ്റ്റ് 1 എങ്കിലും ചെയ്തിരിക്കണം. ഓരോ ഹാഫ് ഇയർലി ആണ് ചെയ്യേണ്ടത്. പക്ഷെ അറ്റ്ലീസ്റ്റ് കൊല്ലത്തെ 12 മാസത്തിൽ ഒരിക്കലെങ്കിലും അത് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തത് ദ റോൾ ഓഫ് സൂപ്പർവൈസർ ഈസ്. അപ്പോൾ ഒരു വർക്ക് സൂപ്പർവൈസർ ആണ് ഇവിടെ പറഞ്ഞത്. സേഫ്റ്റി സൂപ്പർവൈസറും കാര്യങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ പാട്ടിൽ പഠിപ്പിച്ച പാട്ടിൽ സേഫ്റ്റി സൂപ്പർവൈസർ ഈസ് എന്താണ്? മാനേജ്മെന്റ് അനുസരിക്കുക, ലിസണിങ് ടു വർക്കേഴ്സ്, തൊഴിലാളികളെ പറയുന്ന കേൾക്കുക, ബ്രിഡ്ജ് ദ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്, ഒബേ സേഫ്റ്റി ഓഫീസർ. ഏതാണ് അയാളുടെ വർക്ക്? ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ദ വർക്കേഴ്സ്. അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ബ്രിഡ്ജ് മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ് എഴുതാം, അല്ലെങ്കിൽ വേറെ ചിലപ്പോൾ ചോദിക്കുമ്പോൾ മാറാം വേറെ ആള്. ഓക്കെ, ബ്രിഡ്ജ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ് ആവാം, ബ്രിഡ്ജിങ് മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ് ആവാം. ഓക്കെ, ഏതാണ് നോക്കിയിട്ട് എഴുതാം. അറ്റൻഡിങ് മെഡിക്കൽ ആസ് പെർ റെഗുലേഷൻ ഈസ് ദ ബേസിക് റോൾ ഓഫ് ഡാഷ്. കൃത്യമായിട്ട് പീരിയോഡിക്കലായിട്ട് മെഡിക്കൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അതിന് സ്കൾക്ക് ചെയ്യാനൊന്നും പാടില്ല. ഓക്കെ, ഏതെങ്കിലും റീസൺ പറഞ്ഞ് പോവാതിരിക്കുക, കാര്യമൊന്നും ചെയ്യുക. ആരതാണത്? വർക്കേഴ്സാണ്. അല്ലാണ്ട് വർക്കേഴ്സ് ഉണ്ട്, സൂപ്പർവൈസർ ഉണ്ട്, സേഫ്റ്റി ഓഫീസർ ഉണ്ട്, അതിൽ വർക്കേഴ്സിന്റെ റോളാണ് ബേസിക് ഇതിൽ വരുന്നത്. ഓക്കെ, റോൾ ഓഫ് വർക്കേഴ്സ് ഇൻ ഇൻഡസ്ട്രിയിലാണ് ഇത് വരുന്നത്. ഇനി റോൾ ഓഫ് ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയന്റെ അനവധി റോള് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതാണ് സൂട്ടബിൾ എന്ന് വെച്ചാൽ നോക്കിയെടുക്കുക. ഒന്ന് സ്ട്രൈക്ക് ചെയ്യുക, സ്പീഡി പ്രോസസ്സിംഗ് ഓഫ് ക്ലെയിം. ഓക്കെ, ഇംബിഡിങ് ആക്സിഡന്റ്. ഞാൻ അതിൽ വേറെയും ചോദിക്കാം. ഇതിലെന്താണ്? തൊഴിലാളികൾക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അവരെ കോമ്പൻസേഷന്റെ ക്ലെയിം ഒക്കെ ഫാസ്റ്റ് ആയിട്ട് അവരുടെ ട്രേഡ് യൂണിയന്റെയും മിനിസ്റ്റേഴ്സിന്റെയും ഒക്കെ സഹായത്തോടെ വേഗം ചെയ്തു കൊടുക്കുക. അതാണ് ഇവിടെ എടുക്കേണ്ട. ഓക്കെ, അനവധി റോൾസ് ഉണ്ട്. അതിൽ നിങ്ങൾ സെലക്റ്റീവ് ആയിട്ടുള്ളത് എഴുതുക. ദെൻ സെൻട്രൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് അറ്റ് ചെന്നൈയാണ്, ബോംബെ, ഡൽഹി, നാഗ്പൂർ. ഏതാണ്? ബോംബെയിലാണുള്ളത്. സെൻട്രല്. ഓക്കെ, സൗത്ത് റീജിയനിലാണ് ചെന്നൈയിലുള്ളത്, നോർത്ത് റീജിയനിലാണ് ഡൽഹിയിലുള്ളത്, അത് കഴിഞ്ഞ് സെൻട്രൽ റീജിയനിലാണ് നാഗ്പൂരിൽ വരുന്നത്. ഇങ്ങനെ എല്ലാം തന്നിട്ടുണ്ട്. അതിൽ സെൻട്രൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് മെയിൻ ആയിട്ട് വരുന്നത് ബോംബെയിലാണ്, മുംബൈ.
National Safety Day is celebrated on 02 October, March 14th, March 18th, 25 November. ഏതാണത്? 14th March of every year എന്നുള്ളതാണ്. ഓക്കെ. Dash is the biggest public undertaking. ഓക്കെ, ഏറ്റവും വലിയ പബ്ലിക് അണ്ടർടേക്കിംഗ് ഇന്ത്യയുടേതാണ് ചോദിക്കുന്നത്, റെയിൽവേ ആണ്. ഓക്കെ, റെയിൽവേ സുരക്ഷയായിട്ട് വരുന്ന കാര്യത്തിലാണ് ആ ചോദ്യം വന്നത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എൻഷുർ എന്താ എൻഷുർ ചെയ്യുന്നത്? നിങ്ങളോട് പഠിപ്പിക്കുന്നത് ക്വാളിറ്റി ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് അതാണ് വരുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ്, സേഫ്റ്റി, ഓൾ ഇതിൽ പ്രധാനമായിട്ടുള്ളത് എഴുതുക. ഡിസാബിളിംഗ് ഇഞ്ചറി ഈസ് ഓൾസോ നോൺ ആസ് റിപ്പോർട്ടബിൾ ഇഞ്ചറി, നോൺ റിപ്പോർട്ടബിൾ ഇഞ്ചറി, മൈനർ ഇഞ്ചറി, നോൺ. അത് പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടബിൾ ഇഞ്ചറി ഏതാണ്? ഡിസാബിളിംഗ് ഇഞ്ചറി ഏത് 48 hours കൂടുതലായി വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? റിപ്പോർട്ടബിൾ ഇഞ്ചറി എന്ന് പറയുന്നത്. ഇവിടെ ചിന്തിച്ച് എഴുതണം. ഓക്കെ, ഡിസാബിളിംഗ് 48 താഴെ വരികയാണെങ്കിൽ വരില്ല. അപ്പോൾ ഇവിടെ സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങൾ നോക്കി ചിന്തിച്ചെഴുതുക. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഈസ് ഡിഫൈൻഡ് ഇൻ, അപ്പം ഓഡിറ്റ് കാര്യങ്ങളുടെ സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ പറയുന്നത് 3786/1966 ഉപയോഗിക്കുന്നത്. മറ്റുള്ളതൊക്കെ നിങ്ങൾക്ക് വായിക്കാം. അത് ഏതാണെന്നുള്ളത് സെലക്റ്റീവായിട്ട് നോക്കുക. ആസ് പെർ ഹെൻറിച്ച് അൺസേഫ് ആക്ട്, ഡാഷ് പെർസെന്റ് അൺസേഫ് ഈസ് കണ്ടീഷൻ ഓഫ് ഏതാണ്? 100 നോക്കുക. ഏത്? 78 20 ആണ് ഇവിടെ സൂട്ടബിൾ ആയിട്ട് വരുന്നത്. മറ്റൊന്നും കാരണം എന്താ? 20ന്റെ താഴോട്ടേ വരുന്നുള്ളൂ, മുകളിലോട്ട് വരുന്നില്ല. അപ്പൊ സെലക്റ്റീവ് ആയിട്ട്, കാരണം എന്താണ്? 2%. അപ്പം 98% 2% എന്തായി വരും? ഏതാണ്? ബിയോണ്ട് ഹ്യൂമൻ റീച്ചിലുള്ളതാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കൂ. കണ്ടിന്യൂഷൻ തന്നെയാണ് വരുന്നത്. 27ാമത്തെ, സ്ട്രഗിളിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഏതാണ്? തൊഴിലാളികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ച് കളിക്കുക ജോലി ചെയ്യുമ്പോൾ. ഞാൻ പിടിക്കാം, നീ അങ്ങോട്ടും മാറുന്നത്. സ്ട്രഗിളിംഗ് എന്താണ്? അൺസേഫ് ആക്ഷൻ ആണ്, അൺസേഫ് കണ്ടീഷൻ ആണ്. മാനേജ്മെന്റ് പ്രഷർ കൊണ്ടായിരിക്കാം, ട്രഡീഷൻ ആയിരിക്കാം. അല്ല, അതേതാണ്? അപകടം സൃഷ്ടിക്കാവുന്ന അൺസേഫ് ആക്ഷൻ ആണ്. ലാക്ക് ഓഫ് സൂപ്പർവിഷൻ ഈസ് ഏതാണ്? അപ്പം സൂപ്പർവൈസർ ഇല്ല, തൊഴിലാളികൾ ഒറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നത്. അല്ലെങ്കിലോ ഉണ്ടെങ്കിൽ തന്നെ സൂപ്പർവൈസർ വേറെ ജോലി ചെയ്യാണ്, തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നില്ല, അയാൾ വേറൊരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ കണ്ടീഷനിൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ അൺസേഫ് കണ്ടീഷൻ ആണ്. ഇറ്റ് ക്യാൻ അതാണ് ഇവിടെ പറഞ്ഞ അൺസേഫ് ആക്ട് ഉണ്ട്, അൺസേഫ് കണ്ടീഷൻ ഉണ്ട്, നിയർ മിസ് ഉണ്ട്, സബ് കോസസ് ഏതാണെന്നുള്ളത്. അപ്പോൾ ആലോചിച്ച് കറക്റ്റായിട്ട് എഴുതുക. ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രോ ആക്റ്റീവ് മാനേജ്മെന്റ്. പ്രോ ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടം വരാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി എടുക്കുന്നത്. റിയാക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടം വന്നതിന് ശേഷം ചെയ്യുന്ന. രണ്ട് മാനേജ്മെന്റ് ആണ്. പ്രോ ആക്റ്റീവ് മാനേജ്മെന്റും അതേപോലെ തന്നെ റിയാക്റ്റീവ് മാനേജ്മെന്റ്. റിസ്ക് അസസ്മെന്റ്, ഫസ്റ്റ് എയ്ഡ്, വിക്ടിം ടു ഹോസ്പിറ്റൽ, റിസ്ക് റിറ്റൻഷൻ. ഇതിൽ നോക്കിക്കോളൂ. ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്ന അപകടത്തിന് ശേഷം, അപ്പൊ എന്താണ്? പ്രോ ആക്റ്റീവ് അല്ല. വിക്ടിമിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അപകടത്തിന് ശേഷം, പ്രോ ആക്റ്റീവ് അല്ല. പിന്നെയോ റിസ്കിനെ നിലനിർത്തുന്നത്, അതും ഏതാണ്? റിസ്ക് അസസ്മെന്റിന് ശേഷമാണ് റിസ്കിനെ മനസ്സിലായിട്ട് റിട്ടേൺ ചെയ്യുള്ളൂ. അപ്പൊ ഏതാണ്? റിസ്ക് അസസ്മെന്റ് ആണ് പ്രോ ആക്റ്റീവ് മാനേജ്മെന്റ് ആയിട്ട് വരുന്നത്. ഇൻഡസ്ട്രീസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ദ ഇയർ 1948, 51, 52, 65. ഓക്കെ, എന്നാ 3-4 തവണ പറഞ്ഞു എന്നാണ്. ബുക്കിലൊക്കെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് ഡേറ്റ് കണ്ടുപിടിച്ച് എഴുതാം. അക്കോർഡിംഗ് ടു ആക്സിഡന്റ് ഡിമോ തിയറി, പെർസെൻറ്റേജ് ഓഫ് ആക്സിഡന്റ് കോസസ് ആർ നോക്കിക്കോളൂ. 100% പറഞ്ഞിട്ടുണ്ട്. 3 ഇതുണ്ട്. 98, 20, 02 ആണോ? അല്ല, 100ന്റെ പുറത്തേക്ക് പോവാണ്. 88, 10, 02. ഓക്കെ ആണോ? 98, 92, 80. മറ്റേതോ 68. ഇതിൽ ഏതാ വരുന്നത്? 88, 10, 02 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 100% തികയുന്നത്. അതിൽ നോക്കിയോ 2% എന്താണ്? ബിയോണ്ട് ഹ്യൂമൺ ആണ്. പിന്നെ അൺസേഫ് കണ്ടീഷൻ സാധാരണ 20ന്റെ മുകളിലോട്ട് പോകില്ല, അതിന്റെ താഴോട്ടേ വരുന്നുള്ളൂ. അപ്പം നോക്കിയിട്ട് സൂട്ടബിൾ ആയിട്ട് സെലക്ട് ചെയ്ത് എഴുതുക. ലോജിക് ബേസ്ഡ് ഓൺ റിഡക്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓക്കെ, റിഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ കുറയ്ക്കുക. ഓക്കെ, നിങ്ങൾ ഭാരങ്ങൾ എന്ത് ചെയ്യുന്നു? സിമെന്റിന്റെ ബാഗ് 80 35 ആക്കുന്ന ഇതാക്കാം, ഇങ്ങനെയൊക്കെ പലതും കണ്ടിരുന്ന. അപ്പൊ റിഡക്ഷൻ പ്രോസസ് എന്താണ്? ഹ്യൂമൻ എററിന്റെ ആണ്. ഡിസിഷൻ ടു എറർ ആണ്. ഓവർലോഡ് ആണ്. ഡൊമിനോ ഏതാണ്? ഓവർലോഡ് ആണ്.
ഓവർലോഡിംഗ് ആണ് റിഡക്ഷനിൽ വരുന്നത്. ഡാഷ് ഈസ് ദ മീഡിയ ത്രൂ വിച്ച് ബിസിനസ് പ്ലാൻസ് ആൻഡ് പോളിസീസ് ആർ എക്സിക്യൂട്ടഡ്. ഏതാണ്? ബിസിനസിന്റെ കാര്യങ്ങൾ നടത്തുന്ന ആരാ? ഓർഗനൈസേഷനാണ്. സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എഫേർട്ട് ബിഗിൻസ് വിത്ത് പ്ലാനിങ്, ഓർഗനൈസിംഗ്, പോളിസി ആൻഡ് ഒബ്ജക്റ്റീവ്. സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എഫേർട്ട്, ഓർഗനൈസേഷന്റെ എഫേർട്ട് അത് പോളിസിയാണ്. ഓക്കെ, അത് സക്സസ് ആവുന്ന അവരെ പോളിസി പദ്ധതി പ്രകാരമാണ് ഇത് നടക്കുന്നത്. ഓക്കെ, ദെൻ സക്സസ്ഫുൾ SEM demands HSE policies which are effectively implemented. ഏതാണ്? കോംപ്രിഹെൻസീവ് ആയിരിക്കണം, ക്രിയേറ്റ് ആണ് കോംപ്ലിക്കേറ്റഡ് ആണ്. ഏതാണ്? കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാന് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ മേജർ ആക്ടിവിറ്റീസ് ആർ സബ്ജക്റ്റഡ് ടു ഏതാണ്? ഇൻസ്പെക്ഷൻ, മോണിറ്ററിംഗ്, ഓഡിറ്റ് ആൻഡ് മേജർ ആക്ടിവിറ്റീസ് ആർ സബ്ജക്റ്റഡ് ടു ഏതാണ്? കൺഫേമിംഗ് കംപ്ലയൻസ്. അവര് തൊഴിലാളികളൊക്കെ അനുസരിക്കുന്നുണ്ടോ അറിയാം. ഓഡിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അനുസരണം അറിയില്ല. ഏതാണ്? ഇൻസ്പെക്ഷൻ കാരണം മാത്രമേ ഉള്ളൂ. സേഫ്റ്റി ഓഫീസർ പോയിട്ടും ഏതാണ് റൗണ്ടൊക്കെ എടുത്തിട്ട് ഹെൽമെറ്റ് ധരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. അതാണ് കൺഫേമിംഗ് ദ കംപ്ലയൻസ്. അനുസരണം ആയിട്ട് എല്ലാവരും അനുസരിക്കുന്നു, അതിനാണ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്. ഡാഷ് പ്രോസസ് പ്രൊവൈഡ് എ സ്ട്രക്ചേർഡ് അപ്രോച്ച് ടു മാനേജ് ഹസാർഡ് ആൻഡ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എഫക്റ്റ്. ഓക്കെ, പ്രോസസ് എ സ്ട്രക്ചേർഡ് അപ്രോച്ച് ടു മാനേജ് ഹസാർഡ് ആൻഡ് പൊട്ടൻഷ്യൽ എഫക്റ്റ്. അതിൽ നോക്കിയോ, JH നോക്കൂ. ഹസാർഡ് എന്താണ്? ജോബ് ഹസാർഡ് അനാലിസിസ് അല്ല, പിന്നെ ഒരു ജോലിയിൽ മാത്രമാണ്. HEMP ഹസാർഡ് എഫക്റ്റ് ഏതാണ്? മാനേജ്മെന്റിന്റെ, അതാണ് HEMP ആണ്. ഓക്കെ, ദെൻ ഓഡിറ്റല്ല കിട്ടിയത്. ദെൻ അടുത്തത് ഡ്യൂട്ടി ടു സർവീസ് ഇസ് ദ പോളിസി ഓഫ് PDO, ക്വാളിറ്റി QRA. ഓക്കെ, ഡ്യൂട്ടി ടു സർവീസ് ഏതാണ്? ഓക്കെ, hazard can be expressed in a scalar value. ഹസാർഡ് സ്കെയിലർ വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ക്വാളിറ്റേറ്റീവ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ്. അപ്പം സ്കെയിലർ വാല്യൂവിൽ നിങ്ങൾക്ക് തരണമെന്നുണ്ട്, അത് ക്വാണ്ടിറ്റേറ്റീവ് എണ്ണത്തിലായിരിക്കണം. ഓക്കെ, അതാണ് ക്വാണ്ടിറ്റേറ്റീവ്. റിസ്ക് അസസ്മെന്റ് എന്നാണ്. ക്വാളിറ്റേറ്റീവ് QRA രണ്ടെണ്ണം ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അസസ്മെന്റ്, ക്വാളിറ്റേറ്റീവ് റിസ്ക്. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ് സ്കെയിലർ വാല്യൂവിൽ വരുന്നത്. ആസ് പെർ ദ statute HSE, the safety is the responsibility of management, supervisor, line safe or factory inspector. ഏതാണ്? മാനേജ്മെന്റ് ആണ്. ഓക്കെ, ഡാഷ് ഷുഡ് സൂപ്പർവൈസ് ദ ടൂൾ ബോക്സ് മീറ്റിംഗ്. ആരാണ് ടൂൾ ബോക്സ് മീറ്റിംഗ് സൂപ്പർവൈസ് ചെയ്യേണ്ടത്? ആരാണ് കണ്ടക്ട് ചെയ്യേണ്ടത്? ചോദ്യം വേറെ വരാം അതിൽ. ഈ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളതും ചിന്തിക്കാം അതിന്റെ കൂടെ തന്നെ. ആരാ ചെയ്യേണ്ടത്? സൂപ്പർവൈസ് ചെയ്യേണ്ടത് ആരാണ്? സേഫ്റ്റി ഓഫീസറാണ്. കണ്ടക്ട് ചെയ്യേണ്ടത് ആദ്യം എന്താണ്? ആ വർക്കുമായിട്ട് റിലേറ്റ് സൂപ്പർവൈസറാണ്. അതാണ് കാര്യം. അടുത്ത സ്ലൈഡ് എൻ്റെ കണ്ടിന്യൂഷൻ തന്നെ. 42 ഡാഷ് ഗ്യാസ് റിലീസ്ഡ് ഇൻ ഭോപ്പാൽ ട്രാജഡി. ഭോപ്പാൽ ട്രാജഡി ഉണ്ടാക്കിയ ഉത്തരവാദി ഗ്യാസ് ആയതാണ്. MIC, സൾഫർ ഡയോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, ദെൻ പൊട്ടാസ്യം ക്ലോറൈഡ്. ഏതാണ്? ആകെ വരുന്ന MIC, മിഥൈൽ ഐസോസൈനേറ്റ് എന്നുള്ള വാതകമാണ്. ഇതൊക്കെ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. എവിടെയെങ്കിലുമൊക്കെ ഇന്റർവ്യൂവിനൊക്കെ പോയി ചോദിക്കുമ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള നോളജ്, നിങ്ങൾക്ക് സേഫ്റ്റി നോളജ് ഉണ്ടോ എന്ന് അറിയാൻ. ഓക്കെ, ഡിപ്പാർട്ട്മെന്റൽ സേഫ്റ്റി കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് ഡാഷ്. ഏതാണ്? മിഡിൽ മാനേജേഴ്സ് ഉണ്ട്, സീനിയർ മാനേജേഴ്സ്, സേഫ്റ്റി മാനേജർ ഉണ്ട്, ട്രേഡ്. അതിലേതാണ്? ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും കാര്യം മിഡിൽ മാനേജേഴ്സും അവരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഇവരാണ് ഉൾക്കൊള്ളുന്നത്. ഓക്കെ, ഹൗസ് കീപ്പിംഗ് അറൌണ്ട് ദ ഫാക്ടറി ഈസ് ടു ബി മെയ്ഡ് ഫ്രം ബൈ. അപ്പം ഫാക്ടറിക്ക് പുറത്ത് റോഡുകളിൽ അതിൻ്റെ മറ്റുള്ള ഏരിയയിൽ ഒക്കെ ഉള്ള ഔട്ടർ ഏരിയയിലുള്ള ഹൗസ് കീപ്പിംഗ് മാനേജ് ചെയ്യേണ്ടത് ഏതാണ്? ഏരിയ സേഫ്റ്റി കമ്മിറ്റിയാണ്. ഓക്കെ, അതാണ് XKD എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ ഷോർട്ട് എഴുതിക്കുന്നത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏരിയ സേഫ്റ്റി കമ്മിറ്റി, സേഫ്റ്റി അസിസ്റ്റന്റ് എന്നുള്ള എല്ലാവരും ഉത്തരവാദിത്വം അല്ല. ഏരിയ സേഫ്റ്റി കമ്മിറ്റിയാണ് ആ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്നത്. ദ മോട്ടീവ് ബിഹൈൻഡ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ഈസ്. ഒരു ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ എന്തിനാണ് ചെയ്യുന്നത്? അതിന്റെ ലക്ഷ്യം എന്താണ്? ഒന്ന്, അപകടം ഉണ്ടാക്കിയവനെ പണിഷ് ചെയ്യുക. പിന്നെയോ അതിൻ്റെ അടുത്തുനിന്ന്
അതിൻ്റെ നഷ്ടം നികത്തിയെടുക്കുക, റവന്യൂ റിക്കവറി. ദെൻ ഫൈൻഡ് റൂട്ട് കോസ് ആൻഡ് നൺ. ഏതാണ് നിങ്ങൾക്കറിയാം? എന്താണ്? അപകടത്തിന്റെ കാരണം കണ്ടുപിടിച്ച് വീണ്ടും അതിന്റെ ആവർത്തനം ഒഴിവാക്കുക. അതിൽ പറയുന്നില്ല ഫൈൻഡ് ദ റൂട്ട് കോസ്. അതാണ്. ഓക്കെ. മൈനിങ് ഇൻഡസ്ട്രി ഹാവ് ഡാഷ് ആക്സിഡന്റ്. ഓക്കെ. ഏറ്റവും അപകടം നിറഞ്ഞതും ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ടും വരുന്ന അപകടങ്ങൾ ഇതിലാണ്ടാന്ന് ലോ സിവിയറിറ്റി ആൻഡ് ഫ്രീക്വൻസി അല്ല. ലോ സിവിയറിറ്റി ലോ ഫ്രീക്വൻസി അല്ല. ഹൈ സിവിയറിറ്റി ആൻഡ് ലോ ഫ്രീക്വൻസി അല്ല. ഹൈ ഫ്രീക്വൻസി ആൻഡ് ലോ സിവിയറിറ്റി അല്ല. ഹൈ സിവിയറിറ്റി ആൻഡ് ഹൈ ഫ്രീക്വൻസി ആണ് അവിടെ വരുന്ന അപകടത്തിന്റെ തോത്. ദ മേജർ ആക്സിഡന്റ് ഒക്കേഴ്സ് ഇൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഈസ് ഇലക്ട്രോക്യൂഷൻ. അതിലൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. കോഷൻ എന്നല്ല കൂഷൻ ആയി പോയിട്ടുണ്ട് എന്ന് കാട്ടിയ. കൺഫൈൻഡ് സ്പേസ്. ഓക്കെ. ഇങ്ങനെ ഫാൾ ഫ്രം ഹൈറ്റ്, ഫാൾ ഓഫ് മെറ്റീരിയൽ. അതിൽ ഏറ്റവും കൂടുതൽ വീഴ്ചയാണ്. ഓക്കെ. കാരണം എന്താണ്? മുകളിലോട്ട് ഉയരുന്തോറും ഫാൾ ഫ്രം ഹൈറ്റ്, വീഴ്ച ഏതെങ്കിലും മുകളിൽ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏതാണ്? സ്കഫോൾഡിങ്ങും കാര്യങ്ങളും ലാഡറിനും ഇങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ ചുമരിന്റെ മുകളിൽ നിന്ന് ഇവിടുന്നൊക്കെ വീഴ്ചയാണ് സാധാരണ വരുന്നത് ഫാൾ ഫ്രം ഹൈറ്റ്. ഓക്കെ. ഫാൾ ആക്സിഡന്റ് കൂടുതൽ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പം ഫാൾ ആയിരിക്കും പറയുന്നത്, ഫാൾ ഓഫ് മെറ്റീരിയൽ, ഫാൾ ഓഫ് പേഴ്സൺ, ഫാൾ ഓഫ് മെറ്റീരിയൽ, അങ്ങനെ തരാം. അപ്പൊ അതിനനുസരിച്ച് ചിന്തിച്ച് എഴുതണം. UV റേസ് ക്യാൻ കോസ് സ്കിൻ ക്യാൻസർ, ലങ് ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ. ഓക്കെ. അപ്പൊ നോക്കിയോ, റേസ് ആദ്യമായിട്ട് നിങ്ങളെ ശരീരത്തിൽ തട്ടുന്ന എവിടെയാണ് ഉള്ളത്? ശരീരത്തിന്റെ തൊലിഭാഗത്താണ്. അപ്പൊ അവിടെ വരുന്ന സ്കിൻ ക്യാൻസർ ആണ് മാക്സിമം ആയിട്ട് വരുന്നത്. ഓക്കെ. ദ ഇനീഷ്യേഷൻ ഓഫ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ടു ബി ടേക്കൺ ബൈ. ആരാണ് ഇൻവെസ്റ്റിഗേഷന്റെ തുടക്കം കുറിക്കേണ്ടത്? അത് മാനേജ്മെന്റ് ആണ്, സേഫ്റ്റി ഓഫീസർ അല്ല. കാരണം എന്താണ്? സേഫ്റ്റി ഓഫീസർ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യും. മാനേജ്മെന്റ് എന്ത് ചെയ്യും? ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ, ഓരോ ഡിപ്പാർട്ട്മെന്റിനും സ്പെഷ്യലൈസ്ഡ് ആയ ആൾക്കാരെ എടുത്തിട്ട് വേണം ഇൻവെസ്റ്റിഗേഷൻ ടീം. അപ്പോൾ അത് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് ആരാണ്? മാനേജ്മെന്റ് ആണ്. ഓക്കെ. അല്ലാണ്ട് സേഫ്റ്റി ഓഫീസർ, സേഫ്റ്റി എഞ്ചിനീയറോ സൂപ്പർവൈസറോ അല്ല. കാരണം എന്താ? മാനേജ്മെന്റ് ആണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും അനുയോജ്യമായ ആൾക്കാരെ സെലക്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യണം? ഇതില് TBM മീൻസ്, TBMന്റെ എന്താ? ടൂൾ ബോക്സ് മീറ്റിംഗ്, ടൈം ബൗണ്ട് മീറ്റിംഗ്, ടേം ബൗണ്ട് മീറ്റിംഗ്, ടൂൾ ബോക്സ് മെറ്റീരിയൽ എന്നൊക്കെ പറയാം. ഏതാ ഇടുക? ടൂൾ ബോക്സ് മീറ്റിംഗ്. അതാണ്. ഇത് നോക്കിക്കോളൂ. മോഡൽ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. ഇനി അടുത്ത വേറൊരു മോഡലാണ്. ഓക്കെ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് യുവർ ഓൺ വേർഡ്സ്. ബ്ലാങ്ക്സിനേ ഉള്ളൂ, ഫിൽ എന്നുള്ള വിട്ടുപോയിട്ടുണ്ട് എന്ന് പറയാം, അങ്ങോട്ട് പറയാം. അപ്പൊ എന്നുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വായിക്കുക യൂസിങ് യുവർ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോയ്സ് ഇല്ല. അതിന്റെ എന്താണ് ശരിയായ ഉത്തരം എന്ന് നിങ്ങളെ നോളജിൽ നിന്ന് നിങ്ങൾ എഴുതണം. അതിന്റെ കറക്റ്റ് വേർഡ് തന്നെ എഴുതണം. എന്തെങ്കിലും എഴുതി വെച്ചാൽ പോരാ, അതിന്റെ ഇതിലെ ടെക്സ്റ്റും വേണം. ഓക്കെ. ആദ്യമായിട്ട് ദ ഗ്യാസ് റിലീസ്ഡ് ഫ്രം ദ ഭോപാൽ ട്രാജഡി മുകളിൽ പറഞ്ഞു കഴിഞ്ഞു. സേഫ്റ്റി ഓഡിറ്റ് മസ്റ്റ് ആണ്. അത് എസ്റ്റ് എന്നുള്ള MUST മസ്റ്റ് ബി ഡൺ അറ്റ്ലീസ്റ്റ് ഡാഷ് ടൈം. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ILO വാസ് ഫോംഡ് ഇൻ ദ ഇയർ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ഓക്കെ. ഡാഷ് കോൺട്രിബ്യൂട്ട് 85% ഓഫ് ആക്സിഡന്റ്. ഏതാണ് 85 എന്ന് പറഞ്ഞത്? അൺസേഫ് ആക്ഷൻസ് ആണ്. കാരണം മാക്സിമം ഉള്ളതാണ് നമ്മൾ നോക്കുന്നത്. അൺസേഫ് കണ്ടീഷൻ കുറവാണ്, മറ്റേത് കൂടുതലാണ്. അപ്പം ഇവിടെ ഒരു നോളജ് ആർജിച്ചുകൊണ്ട് നിങ്ങൾ എഴുതുക. ലാക്ക് ഓഫ് സൂപ്പർവിഷൻ എന്താണ്? അൺസേഫ് ആക്ട് ആണോ അൺസേഫ് കണ്ടീഷൻ ആണോ എന്നുള്ളത് കാര്യത്തിൽ എഴുതുക. അതാണ് ചെയ്യേണ്ടത്. സ്ലൈഡ് കണ്ടിന്യൂ ചെയ്യാണ്. അൺഓതറൈസ്ഡ്, അൺപ്ലസന്റ് ഓർ റഫ് ബിഹേവിയർ ഈസ് ടേംഡ് ആസ്. ഒരു തൊഴിലാളി ഏതാണ്? അനുവദനീയമല്ലാത്ത രീതിയിൽ, ആർക്കും സന്തോഷം തരാത്ത രീതിയിൽ റഫായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിനെ പറയുക? ആ തൊഴിൽശാലയിൽ അതിന് എന്താ പറയുക? ഓക്കെ. സെൻട്രൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. ഇതൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞു. നിങ്ങൾ സ്വന്തമായിട്ട് അക്കോർഡിംഗ് ടു FE Bird, കോസ്റ്റ് ഓഫ് ആക്സിഡന്റ് ഈസ് ലൈക്ക് ആൻ ഐസ്ബർഗ് ആണ്. അത് നമുക്ക് പറഞ്ഞു തന്നു. അക്കോർഡിംഗ് ടു HSC റിക്വയർമെന്റ്, സേഫ്റ്റി റെസ്പോൺസിബിലിറ്റി ലൈ വിത്ത് ആരാണ്? ഓക്യുപ്പയർ എന്ന് എഴുതാ, മാനേജ്മെന്റ് എന്നും എഴുതാം. ഓക്കെ. രണ്ടും എഴുതിയാലും ശരിയാണ്. ഓക്കെ. കോസ്റ്റ് ഓഫ് ആക്സിഡൻസ് ആർ ഡിവൈഡഡ് ഇൻ ടു ഏതാണ്? ടു. ഡയറക്ട് കോസ്റ്റ് എന്നും ഇൻഡയറക്ട് കോസ്റ്റ് എന്നും എഴുതാം. ഓക്കെ. ഡാഷ് ഈസ് ദ ഔട്ട്പുട്ട് ഫ്രം എ സെറ്റ് ഓഫ് റിസോഴ്സ് ഓർ ഫെസിലിറ്റി. ഏതാണ്? പ്രൊഡക്ടിവിറ്റി ആണ്. ആക്സിഡന്റ് റിപ്പോർട്ട് ഈസ് ടു ബി ഇനീഷ്യേറ്റഡ് ഇമ്മീഡിയറ്റ്ലി ബൈ ദ. ആരാണ് ചെയ്യേണ്ടത്? ആ ഫ്രണ്ട് ലൈൻ സൂപ്പർവൈസർ ആയ
അല്ലെങ്കിൽ ഫ്രണ്ട് ലൈൻ സേഫ്റ്റി പേഴ്സൺ വർക്ക് സൂപ്പർവൈസർ ആണ് ആക്സിഡന്റ് റിപ്പോർട്ട് എഴുതേണ്ടത്. ദ റോൾ ഓഫ് സൂപ്പർവൈസർ ഈസ് ഏതാണ്? അനവധി കീ റോൾ എന്നാണ് ബ്രിഡ്ജിങ് പറഞ്ഞിരുന്നത്. നാഷണൽ സേഫ്റ്റി ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ഏതാണ്? 14th March of every year. Then the major accident occur in construction industry is ഏതാണ്? അടുത്ത പറഞ്ഞു fall ആണ്. ഓക്കെ, fall from height കൂടുതലും വരുന്നത്. എന്താണ്? കടങ്ങെടുക്കുമ്പോൾ താഴെ വീഴുന്നതും അതേ കണക്ക് തന്നെയാണ് വരുന്നത്, മുകളിലോട്ട് പോയി വീഴുന്നതും. കാരണം എന്താ? ഒരുത്തര് വന്ന് പതിക്കുകയാണ് എന്നുള്ള രീതിയിൽ. ദ മോട്ടീവ് ബിഹൈൻഡ് ആൻ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് എന്താണ്? to find out the root cause to prevent further recurrence. Okay, unsafe action അല്ലെങ്കിൽ to prevent further recurrence എഴുതുക, അല്ലെങ്കിൽ റൂട്ട് കോസ് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഫർദർ റിക്കമെൻസ് എന്ന് വെച്ചാൽ തനി ആവർത്തനം ഒഴിവാക്കുക എന്നുള്ളതാണ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷന്റെ പ്രധാന ലക്ഷ്യം. എങ്ങനെ? അതിന്റെ കാരണം കണ്ടുപിടിച്ചിട്ട്. അൺസേഫ് ആക്ഷൻസ് ആർ ഡാഷ് റിലേറ്റഡ്. ആരാണ് അൺസേഫ് ആക്ഷൻ ഉണ്ടത്? മനുഷ്യനാണ്, ഹ്യൂമൻ റിലേറ്റഡ്. അൺസേഫ് കണ്ടീഷൻസ് ആർ എന്താണ്? ടെക്നിക്കലാണ്, മെഷീനും ടൂൾസും ഇതിലൊക്കെ വരുന്നുണ്ട്, ടെക്നിക്കൽ റിലേറ്റഡ് ആണ്. ക്യാബ പ്രൊവൈഡ് ഡാഷ് പ്രൊട്ടക്ഷൻ. ക്യാബ എന്ത് പ്രൊട്ടക്ഷനാണ് തരുന്നത്? റെസ്പിറേറ്ററി പ്രൊട്ടക്ഷൻ തരുന്നത്. ഓക്കെ, സേഫ്റ്റി ബെൽറ്റ് പ്രൊവൈഡ് എന്താണ്? നോൺ റെസ്പിറേറ്ററി പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ വാൾ പ്രൊട്ടക്ഷൻ. നോൺ റെസ്പിറേറ്ററി പ്രൊട്ടക്ഷൻ എഴുതാം, പക്ഷേ ഇത്തിരി ആയത് അത് തരുന്ന ധർമ്മത്തിൽ എഴുതുക വാൾ പ്രൊട്ടക്ഷൻ ആണ് എഴുതുന്നത്. ഓക്കെ, അടുത്ത നോക്കൂ, മൂന്നാമത്തെ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ നോക്കിക്കോളൂ, മാർക്ക് തരുന്നതിനനുസരിച്ച് 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, അതിനനുസരിച്ച് നിങ്ങൾ സെന്റൻസ് ഉപയോഗിക്കണം. ഓക്കെ, 1 മാർക്കുള്ള ക്വസ്റ്റ്യൻ കയറിയിട്ട് ഒരു പാരഗ്രാഫ് ഒന്നും എഴുതി വെച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. മാർക്ക് നോക്കുക, അതിനുശേഷം ടാബുലേറ്റ് ചെയ്ത് എഴുതുക. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സേഫ്റ്റി? ഞാൻ എല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞാണ്. ഡെഫിനിഷനും കാര്യങ്ങളും തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഒന്ന് വായിച്ചു പോവുകയുള്ളൂ. വാട്ട് ആർ ദ എലിമെന്റ്സ് ഓഫ് പ്രൊഡക്ടിവിറ്റി? വാട്ട് ആർ ദ എക്സ്പെൻസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറക്ട് കോസ്റ്റ്? ഡയറക്ട് കോസ്റ്റിൽ വരുന്ന എക്സ്പെൻസ് അത് നോക്കിയോളൂ. 6 എണ്ണം എഴുതാം, 5 എണ്ണം എഴുതാന്ന് വെച്ചാൽ അതിനനുസരിച്ച് എഴുതുക. അതെല്ലാം നമ്പർ പറയാതെ മാർക്ക് തരികയാണെങ്കിൽ അതിനനുസരിച്ച് നോക്കി എഴുതുക. ഇപ്പോൾ ഒരു 5 മാർക്കാണെങ്കിൽ ഒരു 5 പോയിന്റ് എങ്കിലും മിനിമം നിങ്ങൾ എഴുതണം. ഓക്കെ, ഗീവ് 4 എക്സാമ്പിൾസ് ഓഫ് ഇൻഡയറക്ട് കോസ്റ്റ് എഫക്ട്സ്. അതിന്റെ ഒരു വേറൊരു രീതിയാണ് തരുന്നത്. ഇൻഡയറക്ട് കോസ്റ്റിന്റെ 4 എക്സാമ്പിൾ തരും. അല്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കുക, പിന്നെ എക്സാമ്പിൾ നമ്പർ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ മാർക്ക് അനുസരിച്ച് സെലക്റ്റീവായിട്ട് എഴുതുക. റൈറ്റ് 4 പോയിന്റ്സ് റിഗാർഡിംഗ് റോൾ ഓഫ് വർക്കേഴ്സ് ഇൻ ദ ടുവേഴ്സ് സേഫ്റ്റി. അപ്പം തൊഴിൽശാലയിൽ തൊഴിലാളികളുടെ ധർമ്മങ്ങളെ കുറിച്ചുള്ള പറയുന്നുണ്ട്, എഴുതി തന്നിട്ടുണ്ട്. റോൾ ഓഫ് വർക്കേഴ്സ് അത് നോക്കുക. അതും ഇതേപോലെ തന്നെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വലിയ മാർക്ക് കൂടുതൽ 8 മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ ആയിട്ട് കാര്യങ്ങൾ എഴുതേണ്ടി വരും. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ആക്സിഡന്റ് അല്ലെങ്കിൽ ഡിഫൈൻ ആക്സിഡന്റ്? ഓക്കെ, ഡ്രോ ഫ്ലോ ചാർട്ട് ഓഫ് ഡൊമിനോ തിയറി. ഒരു ആക്സിഡന്റ് എങ്ങനെയാണെന്നുള്ള ഡൊമിനോ തിയറി പറഞ്ഞത്. ബാക്ക് എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി, ആക്സിഡന്റ്, അൺസേഫ് ആക്ഷൻ, അൺസേഫ് കണ്ടീഷൻ, പേഴ്സണൽ അല്ലെങ്കിൽ സോഷ്യൽ എന്നുള്ള ആ ചാർട്ട് തന്നിട്ടുണ്ട്. അത് ശരിക്കും വരഞ്ഞു പഠിച്ചിട്ട് അതിന്റെ നോക്കിയോളൂ. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വെറും ചാർട്ടിനുള്ള മാർക്കാണോ നോക്കുക, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഇൻക്ലൂഡഡ് മാർക്കാണോ നോക്കിയിട്ട് വേണം എഴുതാൻ. റൈറ്റ് 6 അൺസേഫ് ആക്ഷൻസ് ഓഫ് ആക്സിഡന്റ്. അൺസേഫ് ആക്സിഡന്റ് സൃഷ്ടിക്കാവുന്ന 6 അൺസേഫ് ആക്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. 6 എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 12 എണ്ണം എഴുതേണ്ട, കൃത്യമായിട്ട് നല്ല നോക്കി 6 എണ്ണം എഴുതുക. ഓക്കെ, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ഹെബ്ബേൺ തിയറി ഓഫ് ആക്സിഡന്റ് കോസേഷൻ. ഓക്കെ, 4 കാരണങ്ങൾ കൂടി ചേരുമാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ട്രയാങ്കിളിൽ യോജിക്കുന്നത് ആക്സിഡന്റ് ഉണ്ട്. അൺസേഫ് ആക്ഷൻ, അൺസേഫ് കണ്ടീഷൻ, പേഴ്സണൽ, അതുകൊണ്ട് പ്രോക്സിമിറ്റി, 4 കൂടി യോജിക്കുന്ന തന്നിട്ടുണ്ട്. അതിന് അതും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ എൻ്റെ മാർക്കിന്റെ, അല്ലാണ്ട് വെറും ചിത്രത്തിനൊക്കെ ആണെങ്കിൽ 2-3 മാർക്കായിരിക്കും. അല്ലെങ്കിൽ ഒരു 6-8 മാർക്കാണെങ്കിൽ എക്സ്പ്ലനേഷൻ എന്താണ്, ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്ന ഈ 4 കാരണങ്ങൾ കൂടി ചേരുന്നതാണ്. പക്ഷെ അത് കൂടിച്ചേരുന്നതിന്റെ തൊട്ട് മുമ്പ് നമുക്ക് ഏതെങ്കിലും ഒന്നിനെ മാറ്റി നിർത്താമെങ്കിൽ എന്ത് ചെയ്യുന്നു, ആക്സിഡന്റ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ് ഹെബ്ബേൺ തിയറി. അപ്പം മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എക്സ്പ്ലനേഷൻ എഴുതേണ്ടത്. ഓക്കെ, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ സൂപ്പർവൈസർ? ഇതേപോലെ തന്നെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ 4 മാർക്കാണ് 4 പോയിന്റ് മതി, 6 മാർക്കാണ് 6 പോയിന്റ് മതി. ഓക്കെ, അതുപോലെ ഡെഫിനേഷൻ ആയിട്ട്
വയ്ക്കുക. എഴുതുന്നതിൻ്റെ മുമ്പേ എന്താണ് സൂപ്പർവൈസർ എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ടറി കൊടുത്തതിന് ശേഷമേ പോയിന്റ് എഴുതാൻ പാടുള്ളൂ. ഓക്കെ. വാട്ട് ഈസ് ദ ഓബ്ജക്റ്റ് ഓഫ് ഓഡിറ്റ്? ഓഡിറ്റ് എന്തിനാണ്? എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് എന്താ? പോരായ്മകളെ കണ്ടുപിടിച്ച് അതിനെ നികത്തി അതിനെ എഗ്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓഡിറ്റ് മിനിമം ഒരു ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തിരിക്കണം. കാരണം മിനിമം ഒരു 6 മാസത്തിൻ്റെ ഉള്ളിലാണ് നോർമലി എന്ന് വെച്ചാൽ കൊല്ലത്തിൽ 2 തവണയെങ്കിലും ചെയ്യണം എന്നാണ്. പക്ഷേ മിനിമം കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ? ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷന്റെ ലക്ഷ്യം എന്താ? എന്താണ് ലക്ഷ്യം? അപകടം എങ്ങനെ ഉണ്ടായെന്നുള്ള കാരണം കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് ആ കാരണം കണ്ടുപിടിച്ചതിന് ശേഷം ഇതിനെ എങ്ങനെ നിവാരണം അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതൽ എടുക്കണം, സേഫ്റ്റി മെഷേഴ്സ് എടുക്കണം എന്നുള്ളത് കണ്ടുപിടിച്ച് വീണ്ടും തനിയാവർത്തനം ഒഴിവാക്കുക എന്നുള്ളതാണ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷന്റെ ധർമ്മം. ഓക്കെ. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഇൻവെസ്റ്റിംഗ് ഓഫീസർ? ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്റെ ക്വാളിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. കോമ്പിറ്റന്റ് ആയിരിക്കണം, പിന്നെന്താ ഡിപ്ലോമാറ്റിക് ആയിരിക്കണം, വെൽ വേഴ്സ്ഡ് ആയിരിക്കണം, അതേപോലെ തന്നെ മറ്റുള്ളവർ പ്രലോഭനങ്ങൾക്ക് വീഴാൻ പാടില്ല. അങ്ങനെയുള്ള ആ പോയിന്റാണ് ഇവിടെ ചോദിക്കുന്നത്. അത് 3-4 പോയിന്റുകൾ, അത് മുഴുവൻ നിങ്ങൾ എഴുതണം. ഓക്കെ. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇഞ്ചുറി? ഇഞ്ചുറി എന്ന് വെച്ചാൽ എന്താ? ഇഞ്ചുറി എന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിൽ ഏൽക്കുന്ന ആഘാതമാണ് ഇഞ്ചുറി എന്ന് പറയുന്നത്. ഇഞ്ചുറി എന്തായിരിക്കും? കട്ട്സ്, വൂണ്ട്, ഫ്രാക്ചർ, ഇതിലാണ്. ഒരു ഇൻഡസ്ട്രിയിൽ എത്തുമ്പോൾ ഇഞ്ചുറിയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഡിസാബിളിംഗ് ഇഞ്ചുറി, നോൺ ഡിസാബിളിംഗ് ഇഞ്ചുറി, പെർമനന്റ് ഡിസാബിളിംഗ് ഇഞ്ചുറി, പാർഷ്യൽ എന്താണ് ടെമ്പററി ഡിസാബിളിംഗ് ഇഞ്ചുറി, ഓക്കെ, റിപ്പോർട്ടബിൾ ഇഞ്ചുറി, ഇങ്ങനെ അതാണ് അതിന്റെ ഇത് കൊടുക്കേണ്ടത്. വാട്ട് ഈസ് 5E മെത്തേഡ്? 5E എന്തിനാണ് ഉപയോഗിക്കുന്നത്? 5E ഇവാലുവേഷനുള്ള റിസ്ക് മാനേജ്മെന്റിന് ഉപയോഗിക്കുന്ന ഇതാണ് 5E പ്രിൻസിപ്പിൾ. ഓക്കെ. അത് നോക്കിയിട്ട് അതിനെ എഴുതുക. ഏതാണ് ഈ? എന്താണ് ഉള്ളത്? എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ്, എൻഫോഴ്സ്മെന്റ്, എൻതൂസിയാസം ആൻഡ് ഇവാലുവേഷൻ. ഈ 5 പ്രിൻസിപ്പിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നോക്കിയോളൂ. ഹസാർഡിൻ്റെതും റിസ്കിൻ്റെ കൂടി കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല, കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല. അപ്പം നോക്കിയാൽ 5E ചോദിച്ചാൽ മറ്റേതും ചോദിക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ. വാട്ട് ആർ ദ ഏതാണ് ഹസാർഡ് കൺട്രോൾ മെത്തേഡ്, വാട്ട് ആർ ദ റിസ്ക് കൺട്രോൾ മെത്തേഡ്? ഇതിൽ അങ്ങോട്ട് ശരിക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കി വെക്കുക. അപ്പം ഇവരോട് തന്നെ 3 ചോദ്യങ്ങളെ ബേസ് ചെയ്യും ഇത്. വാട്ട് ആർ ദ ഹൗസ് കീപ്പിംഗ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്? വൃത്തിയും വെടിപ്പ് എന്താണ്? അതെന്താണ്? ഹൗസ് കീപ്പിംഗ് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ. ഹൗസ് കീപ്പിംഗ് എന്താണ്? ശുചിത്വത്തോടെ എല്ലാ സാധനങ്ങളും ശരിയായിട്ട് ഒതുക്കി വെക്കുന്നത്. അതിനാണ് എന്ത് പറയുന്നത്? എന്താണ്? എല്ലാ സ്ഥാനങ്ങൾക്കും ഒരു സ്ഥാനം വേണം, ആ സ്ഥാനത്തായിരിക്കണം എല്ലാം നിങ്ങൾക്ക് ഞാൻ റിവിഷനിൽ തന്നതാണ്. ഓക്കെ. വളരെ ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ്, ബെനിഫിറ്റ് ഓഫ് ഹൗസ് കീപ്പിംഗ് പറഞ്ഞു, അതൊന്ന് എഴുതി വെക്കുക. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ സേഫ്റ്റി കമ്മിറ്റി? സെൻട്രൽ സേഫ്റ്റി കമ്മിറ്റി എന്താണ്? സേഫ്റ്റിക്ക് വേണ്ട ഫൈനാൻസ് കാര്യങ്ങൾ അതെല്ലാം ചെയ്യുന്ന ഹൈ അതോറിറ്റീസിൻ്റെ ഇത് ഉൾക്കൊള്ളുന്നതാണ് സെൻട്രൽ സേഫ്റ്റി കമ്മിറ്റി. അത് നോക്കി എനിക്കോളൂ. വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് സേഫ്റ്റി ഓഫീസർ? സേഫ്റ്റി ഓഫീസറുടെ ഡ്യൂട്ടീസ് തന്നിട്ടുണ്ട്. ക്ലാസ്സിൻ്റെ തുടക്കം മുതലേ ഞാൻ ബൈഹാർട്ടാക്കാനും അത് കൃത്യമായി മനസ്സിലാക്കാനും പറഞ്ഞിട്ടുണ്ട്. എഴുതുക. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്റ്റീവായിട്ട് എഴുതുക. വാട്ട് ഈസ് ദ പോസിറ്റീവ് സേഫ്റ്റി കൾച്ചർ? സേഫ്റ്റി എന്താണ്? തൊഴിലാളികൾ ഒരിക്കലും അപകടം ഉണ്ടാക്കാൻ എന്ന രീതിയിൽ അവരുടെ എന്താണ് ബിഹേവിയറും കൾച്ചറും മാറ്റി ഒരു ഏതാണ് സേഫ്റ്റി ഓറിയന്റേഷൻ അല്ലെങ്കിൽ സേഫ്റ്റി അവയർനെസ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് പോസിറ്റീവ് സേഫ്റ്റി കൾച്ചർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോളൂ. അപ്പം ഇതാണ് മോഡൽ തന്നിരിക്കുന്നത്. ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പം ഏകദേശം ഐഡിയ മനസ്സിലായി. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ട്, ചോയ്സസ് ഉണ്ട്, ആൻസർ ദ ഫോളോയിങ്. ചിലപ്പം ഷോർട്ട് ഫോം തന്നെ എക്സ്പ്ലനേഷൻ ഒക്കെ വരാം. അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് നോക്കി വെക്കുക, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ. ഇനി